ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കത്തിയുന്നൊരു വിവാദമാണ്. ഈ ഇലക്ഷനും അത് കത്തിച്ച് നിർത്താനുള്ള ശ്രമങ്ങളുണ്ടാവും. പത്മകുമാർ എന്ന് പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ആളിനെതിരെ അങ്ങ് അർത്ഥഗർഭമായ ഒരു മൗനം പാലിച്ചു. അതല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ അങ്ങ് ഭയന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോൾ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്താണ് ചിന്തിക്കുക? ഇവിടെ കാണേണ്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതിൻ്റെ മൂലകാരണക്കാരൻ മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അദ്ദേഹം ഒരു ദിവസം പരസ്യമായിട്ട് പറഞ്ഞു അവിടുത്തെ ഒരു സാധനം കളവ് പോയി, ഒരു പീഠം കാണാനില്ല, കളവ് പോയിരിക്കുകയാണ്, എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കണം. അപ്പോൾ അവിടുത്തെ വിജിലൻസ് ഇടപെട്ട് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ദുരുദ്ദേശപരമായി ഉന്നയിച്ചൊരു ആരോപണം എന്ന നിലക്ക് അതിനെ കാണുകയും അതിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റ് പ്രശ്നങ്ങൾ വരുന്നത്. ആ പ്രശ്നത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വന്നപ്പോൾ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും സ്വീകരിച്ച നിലപാടുണ്ട്. അതിൽ ഗവൺമെൻറ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ഇതിലൊരു പ്രത്യേക അന്വേഷക സംഘം ചുമതലപ്പെടുത്തി അന്വേഷിക്കുന്നതായിരിക്കും നന്നാവുക. ഹൈക്കോടതിയിൽ തന്നെ പറഞ്ഞു. ഹൈക്കോടതി അത് ആ നിലക്ക് തന്നെ എടുത്തു. ഹൈക്കോടതിയുടെ ചുമതലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചു. ആ ചുമതലയിൽ കാര്യങ്ങൾ നടന്നു പോവുക. നല്ല ഭംഗിയായി അവർ കാര്യങ്ങൾ നിർവഹിച്ചു പോയി. അതിൽ ചിലരെല്ലാം അപ്പോൾ ബാഹ്യ ഇടപെടലുണ്ട്, ഗവൺമെൻറ് ഇടപെടലുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതിനെല്ലാം അതിനാണെന്ന് പറയാതെ ഹൈക്കോടതി മറുപടി പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു ഒരു ബാഹ്യ ഇടപെടലുമില്ല, ഞങ്ങളാണ് നേരിട്ട് നിയന്ത്രിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ നല്ല സത്യസന്ധരായ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരാണ്, നിശ്ചയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെയാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്, മറ്റാരോപണങ്ങളൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്ന് തന്നെ ഹൈക്കോടതി പറയുന്ന നിലയുണ്ടായി. അപ്പോൾ അന്വേഷണം അതേ നിലക്ക് നടക്കട്ടെ എന്നുള്ള നിലയാണ് നമ്മൾ പൊതുവിൽ സ്വീകരിച്ചത്. ഇവിടെ കാണേണ്ട കാര്യം പത്മകുമാറിൻ്റെ പ്രശ്നം. പത്മകുമാറിൻ്റെ പ്രശ്നം അദ്ദേഹം കേസിൽപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ജയിലിലായി. അപ്പോൾ എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു നില അപ്പോഴില്ല. അത് കഴിഞ്ഞ് ചാർജ് ഷീറ്റ് വരട്ടെ, എന്തൊക്കെയാണ് ചാർജ് എന്ന് നോക്കാമെന്ന് വെച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പാർട്ടി ഒരു നിലപാടെടുത്തു. എല്ലാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. വിശദമായ അന്വേഷണത്തിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ഇതാണ് എടുത്തിട്ടുള്ള നിലപാട്. ഒരു തരത്തിലുള്ള ഒളിച്ചുകളിയും ഭയപ്പാടിൻ്റെ ആവശ്യം അതിനകത്തില്ല. അപ്പോൾ നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുകയാണ്. നമ്മളിനി കാണുന്ന അടുത്ത അഭിമുഖം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരിക്കുമോ? അത് ഈ LDFന്റെ ഭരണം കേരളത്തിലുണ്ടാവും. മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.